Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സ്റ്റോക്ക് പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് എയറോഫ്ലെക്സ് എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്നാണ്. ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നാൽ ഞാൻ ഒരു വീക്ക്ലി ചാർട്ട് എടുക്കാം. ഓക്കെ, വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് കഴിഞ്ഞാൽ റെഡ് ആരോ മാർക്കിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാണ്ട് നമുക്കിതിലേക്ക് എൻട്രി വരുന്നത് 96 എബോവ് ആണ് നമുക്കിതിലേക്കൊരു എൻട്രി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് വാച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാച്ച് ചെയ്യാം. പിന്നെ നമുക്കിതിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ചാനൽ ഈ ചാനൽ തന്നെയാണ്. ചാനലിൽ പോയിട്ട് ആ ലെങ്ത് വീഡിയോ കണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ തന്നെ നാളെ നമുക്ക് സ്വിങ്ങിന് പറ്റിയ ഒരു സ്റ്റോക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് അതിന് മുമ്പ് തന്നെ നമുക്ക് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകൾ നമ്മൾ എല്ലാ ദിവസവും അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റി ഇന്ന് നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് വന്നതായിരുന്നു. പിന്നെ ക്ലോസിങ് പോസിറ്റീവ് തന്നെ ആയി കിട്ടി, അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മിക്കവാറും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. ക്ലോസിങ്ങും നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ്. പക്ഷേ ക്യാൻഡിൽസ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം നിഫ്റ്റി ചാർട്ടോട്ട് പോവാം. ഇപ്പോൾ 24,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നല്ലൊരു പോസിറ്റീവ് തന്നെയാണ്. നമ്മൾ പറഞ്ഞ റേഞ്ചുകൾ ഉണ്ട്, ഏകദേശം അതേ റേഞ്ചുകളൊക്കെ റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് മേലോട്ട് പോകുന്നത്. പക്ഷേ ഇന്നത്തെ ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും ആ ഒരു ഏറ്റവും ഹൈ എന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 24,279 ആ റേഞ്ചിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിയിൽ വന്നു. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 24,350 മുകളിലോട്ടൊക്കെ നിഫ്റ്റി ഒന്ന് പോയി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ വരച്ച അതേ ഒരു റേഞ്ച് കൂടെ നമ്മൾ പറഞ്ഞില്ലേ, ഈ റേഞ്ചിൽ നിന്ന് ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്തിട്ടൊക്കെ മേലോട്ട് പോകാനുള്ള സാധ്യത നിഫ്റ്റിയിൽ വളരെ കൂടുതലാണ്. അതല്ല 23,850 ആ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും നിഫ്റ്റി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിഫ്റ്റിനേക്കാളും സ്മോൾ ക്യാപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞ സ്മോൾ ക്യാപ്പിൻ്റെ ഇന്നലത്തെ റെഡ് ക്യാൻഡിലാണെങ്കിലും അതൊരു പോസിറ്റീവ് ക്യാൻഡിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാമർ ക്യാൻഡിലാണ് നല്ലൊരു ബൈയിങ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു റെഡ് ക്യാൻഡിലാണെങ്കിലും നല്ലൊരു, എനിക്ക് തോന്നുന്നു നിഫ്റ്റിനേക്കാളും നല്ലൊരു ക്യാൻഡിലാണ് സ്മോൾ ക്യാപ്പിൽ എന്നുള്ളത്. കാരണം ക്യാൻഡിൻ്റെ ഫോർമേഷൻ ഒരു ഡോജി ക്യാൻഡിലാണ്, പക്ഷേ അതൊരു പോസിറ്റീവ് ക്യാൻഡിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ 17,990 ആ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണെങ്കിലും അതുപോലെ തന്നെ ഇന്നാണെങ്കിലും ഒരു 3 ദിവസമായിട്ട് അതേ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണ്. നമുക്ക് സ്മോൾ ക്യാപ്പിന് നല്ലൊരു മൂവ്മെൻറ്റും ഇതേപോലെ ഇൻഡെക്സുകൾ മൂവ്മെൻറ്റ് കിട്ടിയാലാണ് നമ്മുടെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ കൂടാതെ നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയാവുന്ന ഒരു സ്റ്റോക്ക് നോക്കാം. നമ്മൾ ഇന്ന് 2 സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുത്തൂറ്റ് മൈക്രോഫിൻ ലിമിറ്റഡും സായ് ലൈഫ്. ഇന്ന് മുത്തൂറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടത്തി. ഇന്ന് ഒരു 6% അടുത്തൊരു മൂവ്മെൻറ്റ് കിട്ടിയിരുന്നു. ആരും ഗ്രൂപ്പിലൊന്നും ചോദിച്ചില്ല, ഡൗട്ടുകളൊന്നും ചോദിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ആരും ഡൗട്ടുകളൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഞാനതങ്ങനെ വിട്ടുകളഞ്ഞു. അതുപോലെ സായ് ലൈഫിൻ്റെ ആണെങ്കിലും ആരും ചോദിച്ചിട്ടില്ല. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് എയറോഫ്ലെക്സ് എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എന്നാണ്. ഈ ഒരു സ്റ്റോക്കിൽ നിന്നൊരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് നടത്തിയത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വീക്കിലി എടുക്കാം. അപ്പോൾ നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാറുണ്ട് കുറച്ച് ഈസി ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ റെസിസ്റ്റൻസ് പോയിന്റുകളൊക്കെ നമ്മൾ റെഡ് ആരോ മാർക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ നല്ല രീതിയിലുള്ള ഒരു വോളിയത്തോടുള്ള ഒരു ബ്രേക്ക് ഔട്ട് നടത്തി. പിന്നെ ഇപ്പോൾ ഒരു 3 വീക്കായിട്ടൊരു കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്കൊരു എൻട്രി വരുന്നത്
ഒരു 96 എബോവ് ആണ്. ഏതൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു 100 രൂപയുടെ താഴെയുള്ള സ്റ്റോക്കുകളൊക്കെ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നെടുത്ത സ്റ്റോക്കുകളാണ്. പക്ഷെ ഒരുപാട് സ്റ്റോക്കുകളൊന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് റേഞ്ചിലോട്ടൊക്കെ വന്നാൽ മാത്രമാണ് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ സ്റ്റോക്ക് റിക്കവർ ആവുന്ന ഒരു സ്റ്റോക്കാണ്. കൂടാണ്ട് സ്റ്റോക്കിൻ്റെ ആ ഒരു സ്റ്റാർട്ടിൻ്റെ ഫോർമേഷൻ കണ്ടിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അതല്ല ഇവിടുന്ന് റെസിസ്റ്റൻസ് ആയി താഴത്തോട്ട് വരുമോന്നും നമുക്കറിയില്ല. പക്ഷേ ഇവിടുന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വോളിയത്തോടുള്ള ഒരു ബൈയിങ് സ്റ്റോക്കിൽ കാണുന്നുണ്ട്. നല്ലൊരു ബൈയിങ് വന്നു, ഒരു കൺസോൾട്ടേഷൻ, അതിനുശേഷം ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-20% ഒക്കെ മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു 96 എബോവ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഞാൻ 96 എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, 96 എബോവ് നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ എൻട്രി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അതായത് ആരെങ്കിലും ചോദിച്ചാൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. കാരണം ആർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരും ഇതിനോടുള്ള താല്പര്യമുള്ളവരും മാത്രമായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവർ മാത്രമായിരിക്കും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ളൂ. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതല്ലാത്തവർ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് പോകുന്ന സ്വന്തമായിട്ട് എൻട്രി എടുക്കാൻ അറിയുന്നവർക്ക് ജസ്റ്റ് സ്റ്റോക്കുകൾ കിട്ടിയാൽ മതി എന്നുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിതുപോലെ ഡെയിലി വീഡിയോസ് ചെയ്തിട്ട് പോകും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും പൈസ റെക്കമെൻഡേഷൻ അല്ല. നമ്മൾ നല്ല നല്ല ചാർട്ടുകളൊക്കെ കണ്ട് അത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻട്രി പോയിന്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ആയിരിക്കും. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അത് എനിക്ക് വർക്കാവുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും അതുപോലെ വർക്കാവണമെന്നില്ല. കാരണം ഞാൻ പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡൊക്കെ ഫോളോ ചെയ്ത് എല്ലാം ക്യാഷൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ലോസ് ഒന്നും അങ്ങനെ വരാറില്ല. നമ്മൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ട്രേഡ് അത് വേറെ ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു മിഡ് ടൈം ഷോർട്ട് ടൈമിലേക്കൊക്കെ നോക്കാം. നമുക്കൊരു മിഡ് ടൈമിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ റേഞ്ചിലോട്ടൊക്കെ സ്റ്റോക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. 90-ന്ന് 90 നമ്മൾ പറഞ്ഞ 98-ന്ന് 113 വരാനുള്ള നല്ല ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അവിടെ നിന്നൊക്കെ വരികയാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 18% മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. കൂടാതെ സ്റ്റോക്കിൻ്റെ റിസൾട്ട് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. നമ്മൾ പറയുന്ന സ്റ്റോക്കുകൾ റിസൾട്ടൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്ന സ്റ്റോക്കുകളുടെ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ടൊക്കെ മാത്രം എൻട്രികളൊക്കെ നോക്കുക. പിന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുക. ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ എൻട്രി എടുക്കാൻ നമ്മൾ ഒരിക്കലും ആരോടും പറയുന്നില്ല. ആദ്യം തന്നെ പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ ക്യാഷൊക്കെ ആയതിനു ശേഷം മാത്രം റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഫസ്റ്റ് എൻട്രി തന്നെ നമുക്ക് പ്രോഫിറ്റ് ആവും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരുപാട് നാൾ മാർക്കറ്റിൽ നിന്ന് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുള്ളൂ. അതിന് കുറച്ച് സമയം പിടിക്കും. നമ്മളിപ്പോൾ ഒരു മാസം 2 മാസമോ ഒരാളുടെ കോഴ്സ് കണ്ട് പഠിച്ച് അങ്ങനെ ആവില്ല. നമുക്ക് ഇമോഷണലി കൂടി ഒന്ന് ശരിയാവണം. അതിന് നമുക്ക് ട്രേഡിങ് സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഞാൻ അധികം നീട്ടുന്നില്ല. നമ്മൾ പറഞ്ഞ ഈ ഒരു സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുക. കൂടാതെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.